ചങ്ങായിമാരെ അവസാനം യഥാർത്ഥ രാജ്യസ്നേഹികൾ വിജയിച്ചു. യഥാർത്ഥ രാജ്യദ്രോഹികളില്ലേ, രാജ്യദ്രോഹികൾ 8 നില പൊട്ടി. വിദ്യാർത്ഥി സമരത്തിന്റെ ചൂടറിഞ്ഞ ചാണക സംഖ്യയിലുണ്ടല്ല ഇത്രയും ദിവസം കെട്ടിപ്പിടിച്ച നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനായിട്ടില്ല നൈസായിട്ട് അങ്ങ് ചവിട്ടി ഒഴിവാക്കി. അതായത് പാറ്റകളെ ഹിറ്റ് അടിച്ച് കൊല്ലാൻ നോക്കിയ ചാണക സംഖ്യകൾ പാറ്റകൾ എടുക്കുന്നുണ്ടല്ല നല്ല ഹിറ്റിന്റെ 1.5 അടി കിട്ടി കണ്ടം ഓടി. ഇത്രയും ദിവസം നമ്മളെ നാട്ടിലെ ചാണക സംഖ്യകൾ എമ്മാതിരി തള്ളായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിയെ വെക്കില്ലെന്നായിരുന്നു ചാണക സംഖ്യയുടെ തള്ളു. സമരം നടന്ന മൊത്തം വിദ്യാർത്ഥികളുണ്ടല്ലോ, ആ വിദ്യാർത്ഥികൾ മൊത്തം തീവ്രവാദികളാണ്. അവരുടെ അവിടുന്ന് കണ്ടം വഴി ഓടിക്കുന്നത് നമ്മുടെ സംഖ്യകൾ മൊത്തം അടിച്ചു വിട്ടത്. അവസാനം വിദ്യാർത്ഥികളെ കണ്ടം വഴി ഓടിക്കാൻ നോക്കിയ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ടല്ല മൂപ്പര് കണ്ടം വഴി ഓടി. എന്തായാലും ഈ വാർത്ത വന്നതോടുകൂടി ഉണ്ടല്ലോ നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ സംഖ്യക്ക് നല്ലോണം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ സംഖ്യകളെ നാണം കെടുത്തി വിടുന്ന ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ ഒടുവിൽ പാറ്റകളുടെ ചിറകടിക്ക് മുമ്പിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ജെൻസി പിള്ളേരെ അറിയത്തില്ല, പുതിയ തലമുറയെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ 6 ഇഞ്ച് 8 ഇഞ്ചും ഒക്കെ നെഞ്ചു പിരിച്ചു നിന്നിട്ട് അവരുടെ ബലത്തിൽ ജെൻസി പിള്ളേരെ നെഞ്ചത്ത് തുളയിട്ട് കളയും, പിന്നിൽ വെടിവെച്ച് കൊളത്തിക്കളയും എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ. ഇന്ത്യയിലെ പിള്ളേരെ നിങ്ങൾക്ക് അറിയത്തില്ല. അവര് നെഞ്ചും വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ നിഷ്ഫലമായി പോകും. ഈ സമയത്ത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെന്ന വാർത്ത എല്ലാ ചാനലുകളിലും ലൈവ് റിപ്പോർട്ടിംഗ് നടക്കുമ്പോൾ ജനൻ ടിവിയിൽ കൊടംപുളിയിട്ട് വെച്ച അയിലക്കറി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ചർച്ച. ഞാൻ ജനൻ ടിവി നോക്കിയിട്ട് അതിനകത്ത് മാത്രം ഈ വാർത്ത കാണുന്നില്ല. ജനൻ ടിവിക്കാരാ എത്ര ദിവസം നിന്റെ അധ്വാനം നിന്റെ ശബ്ദമൊക്കെ ഊർജ്ജമൊക്കെ വെറുതെ പോയി. ഇവിടെ കുറെ എണ്ണം ഉണ്ടല്ലോ നിങ്ങളുടെ മീഡിയയിൽ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ബലത്തിൽ ശുഭിതരായി സംസാരിക്കുന്ന കുറെ ആളുകൾ. ഇവിടെ ഒന്നുമല്ല, ഞങ്ങളാണ് ഇവിടെ തീരുമാനിക്കുന്നത്, ഞങ്ങളാണ് ഈ രാജ്യം എന്നൊക്കെ പറയുന്ന ആളുകൾ. ഈ രാജ്യത്തെ നിങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്ത് നിങ്ങളല്ലാത്ത അനേകായിരം കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന ഈ അശ്ലീല ഈ വിഘടന ചിന്തയല്ലാത്ത 100 കണക്കിന് മനുഷ്യർ ഈ ലോകത്തുണ്ട്. ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാം നിങ്ങൾക്കൊപ്പമല്ല. മനുഷ്യത്വരഹിതമായി ചിന്തിക്കുന്ന മാനവരാശിക്ക് ഗുണമില്ലാത്ത മനുഷ്യർ മാത്രമാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. എന്റെ പൊന്നാര പ്രിയപ്പെട്ട കാവിപ്പട സുമേഷേ, എല്ലാ കാലത്തും ഈ അധികാരത്തിന്റെ ഹുങ്കും ആൽബലവും കണ്ട് എല്ലാം കീഴടക്കാമെന്നും എല്ലാവരും നിശബ്ദമാക്കാമെന്ന് വിചാരിക്കണ്ട. ഇന്ത്യയിലെ മനുഷ്യരുണ്ടല്ലോ, അവർക്ക് യുവതലമുറയെ ഭാവി എങ്ങനെ ആവണമെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ രാജിവെപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ അധികാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. ഇവിടുത്തെ തലമുറയെ, ഇനി വരാൻ പോകുന്ന തലമുറയെ എങ്ങനെ അവർ ഭാവി ഭാസുരമാക്കുന്നുള്ള ബോധ്യമുള്ള ജനങ്ങൾ. അവരിൽ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമുള്ളവനില്ലാത്തവരുണ്ട്. ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ആക്ടേഴ്സ് ഉൾപ്പെടെ പോയിട്ടുണ്ട്. അവരെല്ലാം പോയതിനു വേണ്ടിയാ? ഇവിടെ നമ്മുടെ മേജർ രവി പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയും കള്ളിനും വേണ്ടിയാണെന്നൊക്കെ പറയുന്ന അത്തരം വൃത്തികെട്ട ചിന്താഗതിയുള്ള മനുഷ്യർ ഇന്ത്യയിൽ വളരെ തുലവും കുറവാണ്. എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. നിഷ്കളങ്കമായി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താടാ? നിന്റെ മാതിരി മുഖം മറച്ചു വന്നിട്ട് ഏതെങ്കിലുമൊക്കെ മതക്കാരന് ചീത്ത വിളിക്കലല്ലടാ രാജ്യസ്നേഹം. രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവന്റെ അറിവും അവന്റെ കഴിവും അവന്റെ ആരോഗ്യവും അവന്റെ സമ്പത്തും എല്ലാം രാജ്യത്തിന് ഉപയുക്തമായ രൂപത്തിൽ ഗുണഫലമാകുന്ന രൂപത്തിൽ പ്രയോഗിക്കലാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഞാനാണെങ്കിലും നീയാണെങ്കിലും നിന്റെ വിദ്യാഭ്യാസം നിന്റെ ആരോഗ്യം നിന്റെ കഴിവെല്ലാം ഈ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അല്ലാതെ പാകിസ്ഥാന് വേണ്ടിയോ അഫ്ഗാനിസ്ഥാന് വേണ്ടിയോ ബംഗ്ലാദേശിന് വേണ്ടിയല്ല. എന്നിട്ടും ഈ രാജ്യത്തുള്ള പാവപ്പെട്ട മനുഷ്യരെ അവന്റെ താടിയും തൊപ്പിയും കണ്ടിട്ട് ഭീകരവാദിയും തീവ്രവാദിയാക്കുക. ഈ രാജ്യത്തുള്ള മനുഷ്യന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടക്കുന്ന സമരത്തിൽ ഒരു തൊപ്പിക്കാരൻ താടിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയുക ഇത് ജിഹാദികൾ നയിക്കുന്ന തീവ്രവാദികൾ നയിക്കുന്ന സമരങ്ങളാണെന്ന് പറയുക. ഒടുവിൽ എന്തായി? ഏത് തീവ്രവാദി ആയിക്കോട്ടെ ഭീകരവാദി ആയിക്കോട്ടെ, ഒടുവിൽ ജെൻസി പിള്ളാര് നടത്തിയ സമരം ഫലം കണ്ടില്ലേ? നിന്റെ നേതാവിനെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടുണ്ട്. അതാടാ ഇന്ത്യ. അതാണ് ഇവിടെ ഞാനല്ലടാ ജയിച്ചത്, നീയുമല്ല ജയിച്ചത്, നമ്മളാണ് വിജയിച്ചത്. ഇന്ത്യൻ ജനാധിപത്യമാണ് വിജയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ജനാധിപത്യമേ വിജയിക്കൂ. ജയ് ഹിന്ദ്. അൻസാരി ഉസ്താദെ, നിങ്ങൾ വിസർജനം ടി വി കാണുമ്പം അതിനുണ്ടല്ല കുടംപുളിയിട്ട അയലക്കറിന്റെ പരസ്യാണെങ്കിൽ ഞാൻ കാണുമ്പോ എന്നറിയാം വലംപിരി ശങ്കില്ലേ, വലംപിരി ശങ്കിന്റെ പരസ്യമായിരുന്നു. എന്തായാലും നമ്മൾ വിസർജനം ടി വി ഉണ്ടല്ല ഒരാഴ്ചത്തേക്കുണ്ടല്ല ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ടല്ല രാജിവെച്ച ഇവർ അറിയേയില്ല. ഇന്നലെ വരെയുണ്ടല്ലോ രാജ്യം ഭരിക്കുന്നത് ആണൊരുത്തനാണ്, ഒരു പാർട്ടി വിചാരിച്ചാലും ഇവിടെ ഒന്നും നടക്കില്ലെന്ന് അങ്ങ് തള്ളിവിട്ടതാണ് നമ്മളെ ചാണക സംഖ്യകൾ. അങ്ങനെയൊക്കെ തള്ളിയ നമ്മളെ ചാണക സംഖ്യ ഉണ്ടല്ല ഇന്ന് വന്നിട്ട് എന്താ പറയാ, ഇപ്പം ഭരിക്കുന്നത് ആണല്ലേ ചാണക സംഖ്യകള്. ഈ ചാണക സംഖ്യയുടെ അവസ്ഥയുണ്ടല്ല ശത്രുക്കൾക്ക് പോലും കൊടുക്കില്ല.
ദൈവമേ. ഇനി ഞാൻ നിങ്ങൾ കണ്ടില്ല ഒരു ചാണകസംഖ്യന്റെ വീഡിയോ കാണിച്ചു തരാം. ഈ ചാണകസംഖ്യ പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുണ്ടല്ല, അതുണ്ടല്ലോ സംഖ്യയുടെ ഒരു ബുദ്ധിപരമായ നീക്കം പോലും. അതായത് വിദ്യാർത്ഥികളുടെ ഈ സമരം ഉണ്ടല്ല, ഈ സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. എല്ലാ ചാണകസംഖ്യ വിദ്യാർത്ഥികളുണ്ടല്ല, വിദ്യാർത്ഥികൾ എന്തിനാ സമരം ചെയ്ത്? നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയില്ലേ, ഓൻ രാജിവെക്കാൻ വേണ്ടി സമരം ചെയ്ത്. ഇജാതി മരമണ്ടന്മാരുണ്ടല്ല, ഇവരൊക്കെ സംഖ്യകളാക്കുന്നതിൽ ഒരു അത്ഭുതം ഇല്ല കേട്ടോ. എന്തായാലും ഭാരതീയ പേരുള്ള ആ മരമണ്ടൻ ചാണകസംഖ്യ പറഞ്ഞ ആ പൊട്ടത്തരുണ്ടല്ല, ആ പൊട്ടത്തരം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അങ്ങനെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെ പരിഗണിച്ച് കേന്ദ്ര എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു! ബംഗ്ലാദേശ് മോഡൽ കലാപം, നേപ്പാൾ മോഡൽ കലാപം, ശ്രീലങ്ക മോഡൽ കലാപം. അവസാനം സൊറോസ് അച്ചായന്റെ പൈസ ആടാപാടലം മൂഞ്ചി. ഇനി പാറ്റ പൊട്ടന്മാരോടാണ്, എടാ മണ്ടന്മാരെ, ധർമ്മേന്ദ്ര പ്രധാൻ മാറിയാൽ മറ്റൊരു സംഘി ആ സ്ഥാനത്തേക്ക് വരും. അദ്ദേഹം ഇനി മുന്നോട്ട് ഭരിക്കും. അതല്ലാതെ വേറൊന്നും നിന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ. എന്തായാലും പുനഃസംഘടനയുടെ ഭാഗമായി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. നിന്റെയൊക്കെ സമരത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള വെയിറ്റിംഗിലായിരുന്നു. ഈ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇതുപോലൊരു ലോക കോമഡി നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവും. ഇവൻ ഈ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോണ്ടല്ല, ഇവന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ല, ഇവൻ കരയെന്ന്, പൊട്ടി കരയെന്ന്. ഇന്നലെ വരെ ഇവനെന്താ പറഞ്ഞെന്നറിയാം, ഇവനുണ്ടല്ല ഒറ്റത്തന്തൊക്കെ പറഞ്ഞവനാണെങ്കിലുണ്ടല്ല ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ടല്ല രാജിവെക്കൂലെന്നു. എല്ലാ ചാണകസംഖ്യ നിങ്ങളെ ധർമ്മേന്ദ്ര പ്രധാൻ ഉണ്ടല്ല രാജിവെച്ച്. അപ്പൊ നീണ്ടല്ല എത്ര സന്തക്ക് പറഞ്ഞതാണെന്ന് നീ എന്നെ പറയാം. ഇജാതി മണ്ടന്മാരൊക്കെ ഉണ്ടല്ല ആ ചാണകക്കുണ്ടിൽ കറക്റ്റ് പോയി വീഴുന്നുണ്ടല്ല. ഇനി ഇവന്റെ ചാണകസംഖ്യകൾ നാളെ എന്താ പറയാന്നറിയാം, CJP ഉണ്ടല്ല, അത് BJP തന്നെയാണ്, CJP എന്നാണ് ഈ ചാണകസംഖ്യകൾ പറയാം. ഇന്ന് ഈ ചാണകസംഖ്യ ഈ വീട്ടിലുണ്ടല്ല വിദ്യാർത്ഥികൾ എന്ന് വിളിച്ച്, ആ വിദ്യാർത്ഥികളുണ്ടല്ല ഇവൻ ഇന്നലെ വരെ ഉണ്ടല്ല തീവ്രവാദി എന്നാ വിളിച്ചത്. ഇവിടെ ചാണകസംഖ്യ നിനക്കൊക്കെ ഉണ്ടല്ല കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ മന്നാ ബുദ്ധി എന്നൊക്കെ വിളിക്കണം. മന്നാ ബുദ്ധി എന്ന് വിളിക്കേണ്ട ബുദ്ധി പോലും ഉണ്ടല്ല നിനക്കൊന്നുമില്ല. നമുക്ക് ഈ അൻസാരി ഉസ്താദിന്റെ ഒരു ചെറിയ വീഡിയോ കൂടി കാണാം. അൻസാരി ഉസ്താദ് ഉണ്ടല്ല യുസജൻ ടിവിക്ക് നല്ലത് കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം. നമസ്കാരം. 25 ന്യൂസിലെ പ്രേക്ഷകർക്ക് 25 ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇതേസമയം ജനൻ ടിവിയിൽ നമസ്കാരം. വലംവെരി ശങ്ക്, നിങ്ങൾ ജീവിതത്തിൽ അധപ്പതിച്ച് ജീവിക്കുന്നവരാണ്. യാതൊരുവിധ പുരോഗമന ചിന്തയും വിശാല ഹൃദയമില്ലാത്ത നിർഗുണ വസന്തങ്ങളാണോ? വലംവെരി ശങ്ക് ഉപയോഗിക്കൂ. വലംവെരി ശങ്ക് നിങ്ങളുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും വീട്ടിലും ക്രമാതീതമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. വലംവെരി ശങ്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തും. വലംവെരി ശങ്കിന് സുമേഷ് കാവിപ്പട എന്ന ഇമെയിലിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യും. ഉപയോഗിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നമനമോ ജീവിത വിജയങ്ങളോ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ദുർഗതിയാണെന്ന് വിചാരിച്ച് സമാധാനപ്പെടുക. നന്ദി, നമസ്കാരം. എന്റെ അൻസാരി ഉസ്താദെ, നിങ്ങളെ കൊണ്ടേ ഇത് പറ്റൂട്ടാ, നിങ്ങൾ കൊണ്ടേ പറ്റൂ. കഴിഞ്ഞിട്ടില്ല ചാണകസംഖ്യകളെ, ഇനിയും കുറെ നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. കുറെ ചാണകസംഖ്യ ഉണ്ടല്ല ഈ വാർത്ത വന്ന ശേഷം ഉണ്ടല്ല ചത്ത പോലെ കിടക്കുന്നുണ്ട്. ആ ചത്ത പോലെ കിടക്കുന്ന എല്ലാ ചാണകസംഖ്യയിലുണ്ടല്ലോ നമ്മള് കുത്തി വിളിച്ചു വളർത്തിട്ടുണ്ടല്ല, നാണം കെടുത്തി വിടുന്നുണ്ട് കേട്ടാ. 12 വർഷം ഉണ്ടല്ല ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എന്ത് വൃത്തികേട് ചെയ്താലും ഈ രാജ്യത്ത് ആരും ചോദിക്കാനും പറയാനുണ്ടാവില്ലാന്ന് അഹങ്കാരിയുടെ പാർട്ടിയുടെയും അവസാനത്തിന്റെ ആദ്യത്തെ തറക്കല്ലിടലുണ്ടല്ല, ആ തറക്കല്ലിടലാണ് ഇന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഇനി അതിന്റെ ബാക്കി തറക്കല്ലിടലുണ്ടല്ല അത് വഴിയേ വന്നോളൂ. അപ്പോഴെന്റെ പ്രിയപ്പെട്ട അൻസാരി ഉസ്താദിനും ഈ സമരത്തിന്റെ ഭാഗമായ എല്ലാവർക്കും, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.